രമേശ് എന്ന് പറയുന്ന പയ്യൻ ഡൽഹിയിലായിരുന്നു ജനിച്ചു വളർന്നത്. സ്റ്റഡീസും മറ്റും ചെയ്തതൊക്കെ അവിടെ തന്നെയാണ്. അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഒരേ ഒരു ഡ്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി ചെറുപ്പത്തിലെ തന്നെ ബോഡിയും കാര്യങ്ങളൊക്കെ ഫിറ്റാക്കി ആൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതുകയാണ്. എയർഫോഴ്സിൽ ആൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ കഷ്ടപ്പെട്ടു, പണിയെടുത്തു, രാജ്യം കാത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പടിപടിയായിട്ടുള്ള ഒരു ഉയർച്ചയും അയാൾക്ക് ലഭിക്കുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ സ്വപ്നങ്ങളെല്ലാം ആളുടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയമായപ്പോഴത്തേനും ആൾക്ക് ഏകദേശം 34 വയസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ പാരൻസ് ചിന്തിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ മകൻ ഇപ്പോൾ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ ആർമിയുടെ വക ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഒരു പാർട്ട്ണർ കൂടെ ആവശ്യമാണ്, കല്യാണം ആലോചിക്കാമെന്നുള്ളൊരു കാര്യം തീരുമാനിക്കുകയാണ്. അങ്ങനെ കല്യാണാലോചനകളും മറ്റും നടന്നു. അങ്ങനെ ഇരിക്കുകയാണ് സുധ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആലോചന വരുന്നത്. എന്നാൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശിനേക്കാൾ 12 വയസ്സ് കുറവായിരുന്നു സുധയ്ക്ക്. അങ്ങനെ ഫാമിലികൾ തമ്മിൽ സംസാരിച്ചു, ജാതകവും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ നല്ല ചേർച്ചയാണ്. പിന്നെ ഈ സുധയുടെ ഫാമിലി നോക്കുമ്പോഴും ആൾ നല്ലൊരു പൊസിഷനിലിരിക്കുകയാണ്, അതുപോലെ തന്നെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പോൾ തങ്ങളുടെ മകളുടെ ഭാവി സേഫ് ആകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു വിവാഹം ഉറപ്പിക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. എയർഫോഴ്സിൻ്റെ കോട്ടേജിൽ അവരുടെ പുതിയ ജീവിതം തുടങ്ങുകയാണ്. നല്ല ഹാപ്പി ആയിട്ട് അവരങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയ്ക്ക് അവർക്കൊരു പെൺകുഞ്ഞു കൂടി പിറക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഫാമിലിയിൽ പിന്നീട് ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസീൻ ദിസ് സൈഡ്. രമേശിൻ്റെ ഒരു റൊട്ടീൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ജോലിക്കായിട്ട് പോകും, അതിനുശേഷം ഈവനിങ് ആണ് വരുന്നത്. സുധ ആലോചിച്ചപ്പോൾ അത്രയും സമയം താനിവിടെ ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ തനിക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നുള്ളൊരു ചിന്തയിൽ അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് അവരെത്തുകയാണ്. അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ വന്നു, പതിയെ പതിയെ കുറേ കുട്ടികളായി. അവർ +1 +2 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് തുടങ്ങുകയാണ്. അങ്ങനെ അവരുടെ ലൈഫ് നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 11, 2014 രാത്രി ഏകദേശം 10 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും രമേശിനെയും കൊണ്ട് ഈ സുധ ആർമി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ആംബുലൻസിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് രമേശ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടേഴ്സ് പരിശോധിക്കുകയാണ്. ഡോക്ടേഴ്സ് പരിശോധിച്ചതിന് ശേഷം ആൾ മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം പറയുകയുണ്ടായി. അതോടുകൂടെ സുധ അവിടെ കിടന്ന് അലറി വിളിച്ച് കരയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിനുശേഷം സുധയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് പ്രശ്നം, എങ്ങനെയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഡെയിലി കുടിയാണ്. അതായത് ഡെയിലി ജോലി കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ കുടിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു കാര്യം സംഭവിച്ചത്. ഞാനും എൻ്റെ കുഞ്ഞുമിനി എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ആ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ഡോക്ടേഴ്സ് ആർമിയെ വിവരം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മരണത്തിൽ എന്തൊക്കെയോ സംശയമുള്ളതായിട്ട് കൂടെ അവർ പറയുകയാണ്. ഡോക്ടേഴ്സ് നോക്കുമ്പോൾ ആൾ നല്ലപോലെ കുടിച്ചിട്ടുണ്ട്, എന്നാലും ആളൊരു ആർമി ഓഫീസറാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യമാണല്ലോ. ആ ഒരു രീതിയിൽ ആളുടെ മരണത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ട് എന്നുള്ള രീതിയിൽ FIRും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. അതിനുശേഷം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആർമി ഹോസ്പിറ്റലിൽ നിന്ന് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് ബോഡി നേരെ മോർച്ചറിയിലോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചത് സുധയിൽ നിന്ന് തന്നെയാണ്. എന്നിട്ട് കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ളതൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഭയങ്കര കുടിയാണ്, ഡെയിലി വന്നിട്ട് കുടിക്കൊണ്ടിരിക്കും, ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും കേൾക്കില്ല, ആൾക്ക് ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കുടി കൊണ്ട് തന്നെ ആയിരിക്കാം ആൾ മരിച്ചതെന്നുള്ളൊരു കാര്യം പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ആർമിയുടെ ക്യാൻറ്റീനിൽ നിന്നാണ് ഇയാൾ കുപ്പികളും മറ്റൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ അതൊക്കെ മാച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇയാൾ നല്ലപോലെ കുടിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ സുധയെ നോക്കുമ്പോൾ വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും റീസൺ എന്നുള്ളൊരു രീതിയിൽ അവർ പോവുകയാണ്. അങ്ങനെ രമേശിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുധയുടെ അടുത്ത് പറഞ്ഞ സമയത്ത് സുധ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് എന്തായാലും നിങ്ങൾക്കറിയാനുള്ളതൊക്കെ അറിഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡ് എന്തായാലും മരിച്ചുപോയി, ഞങ്ങളുടെ റിലീജിയൻ പ്രകാരം ഇതൊക്കെ അത്ര നല്ല കാര്യമൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങളതിന് സമ്മതിക്കണം, ബോഡി ഞങ്ങൾക്ക് വിട്ടു തരണം, ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സുധ പറഞ്ഞു. എന്നാൽ ആർമി ഓഫീസേഴ്സ് പറയുകയാണ്, അങ്ങനെ പറ്റില്ല, ഞങ്ങൾ ഓൾറെഡി FIR ഇട്ടു, എന്തായാലും പോസ്റ്റ്മോർട്ടം നടന്നേ പറ്റുള്ളൂ. അവസാനം യാതൊരു നിവൃത്തിയും ഇല്ലാതെ സുധ പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് സമ്മതിക്കുകയാണ്. അങ്ങനെ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസമാവാണ്. ഇൻവെസ്റ്റിഗേഷൻ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുമുണ്ട്. അപ്പോൾ എന്തോ സൈൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് സുധയെ കാണാനായിട്ട് ആർമി ഓഫീസേഴ്സ് ചെന്നതായിരുന്നു. അവർ ഓൾറെഡി താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് സുധ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള നൈബേഴ്സിനോടും മറ്റുമൊക്കെ ചോദിച്ചപ്പോൾ അവർ കുറച്ച് ദിവസം മുൻപ് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയെന്നും തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ പുതിയതായിട്ട് താമസിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉദ്യോഗസ്ഥർ നേരെ സുധ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയി അവരെക്കുറിച്ച് എൻക്വയറി ചെയ്യുകയാണ്.
ആ ഒരു സമയത്ത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധ ഓൾമോസ്റ്റ് എല്ലാ സമയവും ഒരു പയ്യൻ്റെ കൂടെയാണ് താമസം. ഏകദേശം 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണത്. അപ്പോൾ പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പയ്യൻ ആ സുധയുടെ അടുത്ത് ട്യൂഷന് വന്നിട്ടുള്ള ഒരു പയ്യനായിരുന്നു. അപ്പോൾ അവർ വീണ്ടും കൺഫ്യൂസ്ഡായി. ഇവർ തമ്മിൽ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻ മാത്രമാണോ ഉള്ളത്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻ ഉണ്ടോ, അങ്ങനെയുള്ള ഒരുപാടധികം സംശയങ്ങൾ ഓഫീസേഴ്സിൻ്റെ മനസ്സിലൂടെ പോവുകയാണ്. അങ്ങനെ സുധ അറിയാതെ സുധയെ ഇവർ വീക്ഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ അവർ ആർമി ഓഫീസിലോട്ട് പോയിട്ട് തൻ്റെ ഹസ്ബൻഡിൻ്റെ ഡിപ്പെൻഡൻറ്റ് താനാണ്, തനിക്കപ്പോൾ ആർമിയിൽ ജോലി വേണം, അതുപോലെ തന്നെ PF-ൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക പെൻഷൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുകയായിരുന്നു. ഇതുകൂടെ കണ്ടപ്പോൾ ആർമി ഓഫീസേഴ്സിന് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ മരിച്ചിട്ട് 1 മാസം ആകുന്നേ ഉള്ളൂ. അപ്പോഴത്തേനും ഒരു സ്ത്രീ ഇങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. ആ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അവരുടെ ഒരുപാടധികം സംശയങ്ങൾ ക്ലിയർ ആവുകയാണ് ഉണ്ടായത്. ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപിച്ചിട്ടായിരുന്നില്ല അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നത്, ആരോ അയാളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതായിരുന്നു. ആൾ ഓൾറെഡി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആൾക്ക് എതിർക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സുധയുടെ മേലെ തന്നെ പോലീസിന് സംശയം വരികയാണ്. അവരുടെ കോൾ റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കുകയാണ്. ആ കൃത്യം നടന്ന അന്ന് വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ നോക്കിയപ്പോൾ അവർ ഒരു പയ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസത്തിൽ, ആ ഒരു സമയത്ത്. അത് വേറെ ആരും ആയിരുന്നില്ല, അവർ കൂടെ താമസിക്കുന്ന ആ 17 വയസ്സുള്ള പയ്യൻ തന്നെയായിരുന്നു. അപ്പോൾ ആ പയ്യനും ഈ ഒരു കൊലപാതകത്തിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെയും ഈ ഓഫീസേഴ്സ് കസ്റ്റഡിയിലെടുക്കുകയാണ്. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തു. നമുക്കറിയാം ആർമിയുടെ എന്താ പറയുക ഉദ്യോഗസ്ഥരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് അവരുടേതായിട്ടുള്ളൊരു രീതിയിലായിരിക്കും. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ സുധ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയാനായിട്ട് തുടങ്ങി. ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് 2010 തന്നെയാണ്, ഇവരുടെ വിവാഹത്തിൻ്റെ ടൈമിൽ. അപ്പോൾ ഇത്തരത്തിൽ രമേശിൻ്റെ ആലോചന വീട്ടിൽ വരുന്ന സമയത്ത് ഈ സുധക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായത് തന്നെക്കാളും ഒരുപാടധികം പ്രായത്തിന് മുതിർന്ന ഒരാളാണ്. അതായത് 10-12 വയസ്സിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് ആണ്. സുധയുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ട് തന്നെക്കാട്ടിലൊരു 2 വയസ്സ് കൂടിയ ഒരാളോ സെയിം ഏജ് ആയിട്ടുള്ള ഒരാളോ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനിയിപ്പോൾ 2 വയസ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല, എന്നാലും ഇത്രയും വലിയ പ്രായമുള്ള ഒരാളെ ഞാനെങ്ങനെ കല്യാണം കഴിക്കാനാണ് എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് തനിക്കിതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ പാരൻസ് സമ്മതിച്ചില്ല. നല്ലൊരു ആലോചനയാണ്, നല്ല ഒരു ബന്ധമാണ്, നല്ല ജോലിയാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു പയ്യനെ നീ കല്യാണം കഴിക്കുക, അങ്ങനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് ആ ഒരു കല്യാണം നടക്കുന്നുണ്ടായത്. ലാസ്റ്റും സുധയും വിചാരിച്ചു ഓക്കെ ഇങ്ങനെയുള്ള നല്ലൊരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടും. അങ്ങനെ സുധയും ഓക്കെ പറഞ്ഞു. അങ്ങനെ ഓൾമോസ്റ്റ് ഫോഴ്സ് ചെയ്തിട്ട് തന്നെയായിരുന്നു ആ ഒരു വിവാഹം നടന്നിട്ടുണ്ടായത്. ആദ്യം ഒരു നല്ല ഹാപ്പി ആയിട്ടൊക്കെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. അവർക്കൊരു കുഞ്ഞും ഉണ്ടാവുകയാണ്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സുധയെ സെക്ഷുവലി സാറ്റിസ്ഫൈ ചെയ്യാൻ ഇയാൾക്ക് പറ്റാതായിട്ട് വന്നു. അതായത് അവർ സെക്ഷുവലി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് തനിക്ക് ആവശ്യമുള്ളത് തേടാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഒരു ട്യൂഷനും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ട്യൂഷൻ സ്റ്റുഡൻസിൽ തന്നെ നോക്കുന്ന സമയത്ത് ആ ഒരു പയ്യന് 10-17 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പയ്യൻ ഗുഡ് ലുക്കിംഗ് ആയിരുന്നു. പിന്നെ ഈ ഒരു ചെറിയ രീതിയിൽ എന്താ പറയുക ലുക്ക് കൊടുത്ത സമയത്ത് ആ പയ്യൻ്റെ ഭാഗത്തുനിന്നും പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ബന്ധത്തിന് പുറമെ അവർ തമ്മിൽ മറ്റൊരു ബന്ധം കൂടെ അവിടെ ഉടലെടുക്കുകയാണ്. അങ്ങനെ സ്ഥിരമായിട്ട് ആ സ്റ്റുഡൻറ്റുമായിട്ട് ആ സ്ത്രീ കിടക്ക പങ്കിടാനായിട്ട് തുടങ്ങുകയാണ്. കുറേ നാൾ ഇത് തുടർന്നു പോകുന്നു. സ്വാഭാവികമായിട്ടും രമേശിന് സംശയം വരികയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ആൾ വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ട്യൂഷൻ വരുന്ന പയ്യനും കൂടെ ഒരു മുറിയിലൊക്കെ ഇരിക്കുന്നത് കാണാം, ബെഡ്റൂമിലിരിക്കുന്നത് കാണാം. അതിനെക്കുറിച്ച് ഇങ്ങോട്ട് ഭാര്യയുടെ അടുത്ത് ചോദിച്ചപ്പോൾ നിങ്ങളെന്താണ് ട്യൂഷൻ എടുക്കാനായിട്ട് ബെഡ്റൂമിൽ പോയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ഭയങ്കര ചൂടല്ലേ, അത് കാരണം AC ഇട്ട് റൂമിലിരുന്ന് സമാധാനമായിട്ട് പഠിക്കുക എന്നുള്ള രീതിയിൽ അവിടെ വന്നിരുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാലും സുധക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹസ്ബൻഡിനൊരു സംശയമുണ്ട്, ഈ ഒരു ബന്ധം ഇപ്പോൾ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പിടികൂടും. എന്നാൽ തനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ബന്ധം അവസാനിപ്പിക്കാനും പറ്റില്ല. അങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അവർ കണ്ടെത്തിയൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഹസ്ബൻഡ് ഈ ഒരു വിവരം അറിയുന്നതിന് മുൻപ് അയാളെ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സ്ത്രീ ചിന്തിച്ചത്. അങ്ങനെ ആഗസ്റ്റ് 11 കറക്റ്റ് സിറ്റുവേഷൻ വന്നെത്തുകയാണ്. അയാൾ ഇരുന്ന് കുടിക്കാനായിട്ട് തുടങ്ങി. 2-3 മണിക്കൂർ ഇരുന്ന് കുടിച്ചു. ആ ഡ്രിങ്കിൻ്റെ ഉള്ളിൽ ഇവരാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാനുള്ള ഗുളികയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടിച്ച് ആൾ കിടന്നുറങ്ങി. ആ ഒരു ടൈമിൽ അവർ ആ 17 വയസ്സുള്ള പയ്യനെ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത് വീട്ടിലോട്ട്. അപ്പോൾ ആ ഒരു പയ്യൻ വീട്ടിലോട്ട് വന്നു. അതിനുശേഷം ഉറങ്ങിക്കിടന്നിരുന്ന ഇയാളുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ പയ്യൻ ഹെൽപ്പ് ചെയ്തു, കൈയും കാലും ഒക്കെ പിടിച്ചു. സ്വന്തം ഭാര്യ തന്നെയായിരുന്നു അയാളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ആ ഒരു പയ്യനെ പറഞ്ഞു വിടുകയാണ്,
പിന്നീടാണ് ആംബുലൻസിനെ വിളിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു ബോഡിയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതും അവിടെ കിടന്ന് ഡ്രാമയും കാര്യങ്ങളൊക്കെ കളിക്കുന്നതും. ഇത് കേട്ട് ആർമി ഓഫീസേഴ്സ് വരെ ഞെട്ടിപ്പോവുകയാണ്. അതായത് തൻ്റെ ഹസ്ബൻഡിനെ കൊല്ലാനുള്ള ഒരു കാരണം കേട്ടിട്ട് മെയ് 5-നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതായത് ഏകദേശം 1 മാസത്തോളം എടുത്തു ഈ ഒരു കേസ് കാര്യങ്ങൾ ഈ ഒരു തരത്തിലോട്ട് എത്തിക്കാനായിട്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ 17 വയസ്സുള്ള പയ്യൻ്റെ ഭാവി എന്നുള്ളൊരു സംഭവം എന്താ പറയുക വല്ലാത്തൊരു സിറ്റുവേഷനിലായി പോയിരിക്കുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മൈനറായിട്ടുള്ളൊരു പയ്യനായിരുന്നല്ലോ, അതുകൊണ്ട് ജുവനൈൽ സിസ്റ്റത്തിലൂടെ ആയിരുന്നു ആ പയ്യൻ്റെ ട്രയലും കാര്യങ്ങളൊക്കെ പോയത്. ഈ ഒരു സ്ത്രീ ഇപ്പോൾ ജയിലിലാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ആ 17 വയസ്സുള്ള പയ്യനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ പയ്യൻ്റെ ലൈഫ് തന്നെ സ്പോയിലാവുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.